നമസ്കാരം. സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് യൂട്യൂബിലൂടെയാണ്. അതുകൊണ്ട് യൂട്യൂബിനെ കുറിച്ചുള്ള ഒരു ആശങ്കയോ ചർച്ചകളോ ഒക്കെ രൂപപ്പെടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വലിയ മാറ്റം വരുന്നു. വീഡിയോ തുറന്നാൽ തന്നെ വ്യൂസ് കണക്കാക്കും. അത് പലരെയും ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ വ്യൂസ് കുതിച്ചുയരുമോ കുറയുമോ, വരുമാനം കൂടുമോ, ഇപ്പോഴത്തെ മോണിറ്റൈസേഷനെ, അതായത് ക്രിയേറ്റർമാർക്ക് വരുമാനം ലഭിക്കുന്ന സംവിധാനത്തെ അത് ബാധിക്കുമോ, ചാനലുകൾക്കൊക്കെ എന്ത് സംഭവിക്കും, പുതിയ ചാനലുകളായി വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ, അതായത് ഈ പരസ്യം വഴിയുള്ള വരുമാന മാർഗം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ പരിശോധിച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ന്യൂസ് അറ്റ് ഹൗസിൻ്റെ ഏതായ വഴികളിൽ സഞ്ചരിക്കുമ്പം നമുക്ക് നമ്മുടേതായ നിലയിലുള്ള വിവരങ്ങളാണ് ഇതിൽ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി പറയാം, ആർക്കും പേടിക്കാനുള്ളതൊന്നുമില്ല. യൂട്യൂബിൻ്റെ പുതിയ മാറ്റങ്ങൾ പാരയാകുന്നതല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ചിലരൊക്കെ പറയും, നിങ്ങളൊക്കെ പൈസക്ക് വേണ്ടിയല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്ന്. ഈ പറയുന്നയാളുടെ അഭിപ്രായമല്ല നമ്മൾ പറയുന്നത് എങ്കിൽ ഉറപ്പായും ആദ്യം തന്നെ പറയുക ആക്ഷേപമാണ്. അത് ശരിയാണ്. മോണിറ്റൈസേഷൻ വഴിയാണ് യൂട്യൂബർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. എന്നാൽ അത് യൂട്യൂബർ എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രമല്ല, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രി പ്രൈം ടൈം ടെലിവിഷൻ ന്യൂസ് ചാനലിലെ ഡിബേറ്റ് രാവും പകലും ഒരേ ആംഗിളിൽ ആളുകളെ വിളിച്ചു വരുത്തി ഒരേ ചർച്ച നടത്തുന്നതിൻ്റെ കട്ട് പീസുകൾ ചർച്ച കഴിയുന്നതിന് മുന്നേ തന്നെ യൂട്യൂബിൽ വരുന്നില്ലേ? അതുമുതൽ എല്ലാ കണ്ടൻറ്റും വഴി വലിയ ന്യൂസ് ചാനലുകളടക്കം വരുമാനം ഉണ്ടാക്കുന്നത് യൂട്യൂബിലൂടെ തന്നെയാണ്. എല്ലാവരുടെയും വരുമാനം പ്രധാന മോണിറ്റൈസേഷനാണ്. മോണിറ്റൈസേഷൻ അല്ലാതെയും ഉണ്ട്. അതെങ്ങനെയാണ്? കൊളാബറേഷൻ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ പരസ്യം പിടിച്ചുകൊണ്ടുള്ള വരുമാനങ്ങൾ, ഇതര വഴികൾ വേറെയുണ്ട്. മുഖ്യധാര ചാനലുകളും ന്യൂസ് ചാനലുകളും എല്ലാം അങ്ങനെയും വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അല്ലാത്തവരും ഉണ്ടാക്കുന്നുണ്ട്. പരസ്യം കാണിച്ചും അഡ്വർട്ടോറിയലുകൾ പോലെ വാർത്ത തന്നെ പരസ്യമായി ബിസിനസ്സായി നൽകിയും ഒക്കെ. ഏതായാലും അത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ന്യൂസ് അറ്റ് ഹൗസിന് ഒരൊറ്റ വഴി മാത്രമേ പക്ഷേ ഉള്ളൂ, അത് മോണിറ്റൈസേഷൻ മാത്രമാണ്. അവിടെ നമുക്ക് സമ്മർദ്ദങ്ങളുടെ ബുദ്ധിമുട്ടുകളില്ല. പരസ്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ പരസ്യത്തിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ വരാനുള്ള സാധ്യത, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അത്തരം സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു വഴിയാണ്. എന്തായാലും നമ്മുടെ വഴി അതല്ല, മോണിറ്റൈസേഷൻ. അതുകൊണ്ട് മോണിറ്റൈസേഷൻ മാത്രം കൊണ്ട് നിലനിന്ന് പോകുന്നവർ അടിച്ചു പോവുമോ, തീരുമോ എന്നൊക്കെയാണ് നിലവിലെ ആശങ്കകൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഈ വീഡിയോയിലൂടെ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, വ്യൂസ് കണക്കാക്കുന്ന രീതി മാറുന്നു. അതായത് വീഡിയോൻ്റെ താഴെ എണ്ണം കാണുമല്ലോ, എത്ര ആൾ കണ്ടു എന്ന്, അതിൻ്റെ മാനദണ്ഡം മാറുന്നു. രണ്ടാമത്തേത്, മോണിറ്റൈസേഷനുള്ള, അതായത് YPP എന്ന് പറയും, യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം. നമ്മൾക്ക് അവരുടെ മിനിമം നിബന്ധന ആയിക്കഴിഞ്ഞാൽ അവർക്ക് മോണിറ്റൈസേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. നമ്മളെ അങ്ങോട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാനലിൽ പരസ്യം കാണിക്കാനുള്ള ഓപ്ഷനാണ്. അതുവഴിയാണ് വരുമാനം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഉണ്ട്, YPP പ്രോഗ്രാം. അതിൽ പുതിയ ചാനലുകളുടെ പ്രവേശന മാനദണ്ഡം 2027 മുതൽ കർശനമാക്കുന്നത്. മൂന്നാമത്തേത്, ഈ YPPയിൽ ഉള്ളവർക്കുള്ള ചില നിബന്ധനകൾ വേറിട്ട രീതിയിൽ മാറുന്നു. പ്രത്യേകിച്ച് ഷോർട്സുകളുടെ കാര്യത്തിൽ വരുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് 3 കാര്യങ്ങൾ. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത്, പുതിയ മാറ്റത്തിൻ്റെ ഭാഗമായി വ്യൂസിൽ വലിയ വർധനയുണ്ടാകും എന്നുള്ളതാണ്. അതെന്ത് മാറ്റാണ്? വെറുതെ അങ്ങ് വർധന ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? നിലവിൽ എന്താണ് സംഭവം? നിലവിൽ നിങ്ങളൊരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം വ്യൂ ആകണം എന്നില്ല. ഇത്രയും കാലം വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് മാത്രം എല്ലാ പ്ലേ ബാക്കുകളും ഒരേ രീതിയിൽ സാധുവായ വ്യൂസായി കണക്കാക്കിയിരുന്നില്ല. അതായത് സാങ്കേതികമായി നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രം അതിൽ എണ്ണം കാണിക്കൂല എന്ന്. യൂട്യൂബ് വ്യൂസിൻ്റെ സാധുത പരിശോധിക്കും. എന്നിട്ട് യഥാർത്ഥമാണോ, അതായത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകാലോ, അപ്പോൾ അത് എണ്ണം കാണിക്കണം എന്നില്ല. അത് യഥാർത്ഥമാണോ പരിശോധിച്ചിട്ട് എണ്ണം കാണിക്കില്ല. അത് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോൾ അനൗദ്യോഗികമായി പറയാറുള്ളത് ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയൊക്കെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് അതിൽ നിൽക്കുകയാണെങ്കിൽ അത് വ്യൂസായി കണക്കാക്കുമെന്നൊക്കെയാണ്. പക്ഷേ യൂട്യൂബ് ഔദ്യോഗികമായി എത്ര സെക്കൻഡാണെന്നും പറഞ്ഞിട്ടില്ല. 2026 ഓഗസ്റ്റ് 24 മുതൽ യൂട്യൂബിലെ പൊതുവായി കാണിക്കുന്ന വ്യൂസ് കണക്കെടുപ്പ് ലളിതമാവുകയാണ്. ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യാൻ തുടങ്ങുന്ന ആദ്യ ഫ്രെയിമിൽ തന്നെ ഒരു പൊതു വ്യൂസ് രേഖപ്പെടുത്തും. അതായത് ഇനി അങ്ങോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്രെയിം വന്ന് 24 സെക്കൻഡിൽ ഒരു ഫ്രെയിം അല്ലേ, അങ്ങനെ ഒരു ഫ്രെയിം വന്ന ഉടനെ അത് വ്യൂ ആയി കണക്കാക്കും. അതുകൊണ്ട് അതിനായി ഒരു നിശ്ചിത മിനിമം വാച്ച് ടൈം ഒന്നും വേണ്ട. അത് ലോങ് ഫോം വീഡിയോകൾക്കും ഷോർട്സിനും ലൈവ് സ്ട്രീമുകൾക്കും ബാധകമാകും. അപ്പോൾ വ്യൂസ് പെട്ടെന്ന് കൂടും. അപ്പോൾ എണ്ണം കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. വീഡിയോയിൽ വ്യൂസ് കാണിക്കുന്നതിൽ വലിയ വർധനയുണ്ടാവും. പക്ഷേ അതിൻ്റെ അർത്ഥം വീഡിയോ ക്വാളിറ്റി ഉള്ളതാണെന്നോ വ്യാപകമായി കണ്ടു എന്നോ അല്ല. ഇപ്പോൾ 10 ലക്ഷം വ്യൂസ് കാണിച്ചാൽ ചിലപ്പോൾ അതിൽ ഭൂരിഭാഗവും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ടൈറ്റിൽ കണ്ടിട്ടോ എന്തെങ്കിലും കാരണത്താലോ ക്ലിക്ക് ചെയ്തതായിരിക്കും. അവർ വീഡിയോ കണ്ടിട്ടുണ്ടാവണം എന്നില്ല. ഇനി എൻഗേജ്ഡ് വ്യൂസ് ഉണ്ട്.
അതായത് നമ്മൾ കാണാൻ സീരിയസ് ആയിട്ട് ഉള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ വ്യൂസ് ഉണ്ട്, അതിൻ്റെ പേര് മാറ്റുകയാണ് എൻഗേജ്ഡ് വ്യൂസ്. നിലവിൽ ഒരു വ്യൂസ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വ്യൂസും വരും, അത് കഴിഞ്ഞ് എൻഗേജ്ഡ് വ്യൂസും യൂട്യൂബ് കാണിക്കും. ആ എൻഗേജ്ഡ് വ്യൂസാണ് ചാനലിൻ്റെ കരുത്ത്. പ്രേക്ഷകർ യഥാർത്ഥത്തിൽ വീഡിയോയിൽ തുടരാൻ താല്പര്യം കാണിച്ചോ എന്നതിനെ പ്രതിഫലിപ്പിക്കുന്ന കണക്കാണ് എൻഗേജ്ഡ് വ്യൂസ്. അതുകൊണ്ടാണ് എൻഗേജ്ഡ് വ്യൂസ് പ്രധാനമാകുന്നത്. യൂട്യൂബ് പഴയ രീതിയിലുള്ള കൂടുതൽ അർത്ഥവത്തായ വ്യൂസ് കണക്ക് അത് ഇല്ലാതാക്കുന്നില്ല, അത് എൻഗേജ്ഡ് വ്യൂസ് എന്ന പേരിൽ അനലിറ്റിക്സ് തുടരും. നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ക്ലിക്ക് ചെയ്താൽ ഉടനെ കാണിക്കുമ്പോൾ ടോട്ടൽ അതിന് വ്യൂസ് ആയിട്ട് തുടരും. അതായത് ഒരു ക്രിയേറ്റർക്ക് ഇനി 2 വ്യത്യസ്ത കണക്കുകൾ കാണാം. അത് പൊതുവായി കാണുന്ന ആളുകൾക്കല്ല, അതിൻ്റെ നമുക്ക് അതിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയാൽ കാണാം എന്നുള്ളതാണ്. പൊതു വ്യൂസ് പിന്നെ വീഡിയോയുടെ റീച്ച് എത്ര വലുതാണ് എന്ന് കാണിക്കുന്ന സംഖ്യ. എന്നാൽ എൻഗേജ്ഡ് വ്യൂസ് വീഡിയോയുടെ യഥാർത്ഥത്തിൽ എത്രത്തോളം പ്രേക്ഷക താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കണക്ക്. ഈ എൻഗേജ്ഡ് വ്യൂസാണ് ഇതിൻ്റെ കരുത്തായി നിലനിൽക്കാൻ പോകുന്നത്. അതാണ് നമുക്ക് വേണ്ടത്, ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഒരു വീഡിയോയുടെ വിജയം നമ്മൾ വിലയിരുത്തുന്നത് എത്ര വ്യൂസ് എന്ന ചോദ്യം കൊണ്ടല്ല, എത്ര എൻഗേജ്ഡ് വ്യൂസ്, എത്ര വാച്ച് ടൈം എന്നുള്ളതാണ്. അവിടെയൊക്കെ പ്രേക്ഷകർ നിലനിന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും. പ്രധാനപ്പെട്ട ചോദ്യം വ്യൂസ് കൂടിയാൽ അടുത്തത് പണം കൂടുമോ എന്നുള്ളതാണ്. ഇതാണ് ക്രിയേറ്റർമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പൊതുവെ ഈ എല്ലാവരും കാണുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്ത ഉടനെ കാണിക്കുന്ന കൂട്ടത്തിൽ പൊതു വ്യൂസ് കണക്കാക്കുന്ന രീതി മാറിയാലും അതുകൊണ്ട് മാത്രം പരസ്യ വരുമാനം ഉയരണം എന്നില്ല. അതായത് വ്യൂ കൂടിയോണ്ട് പരസ്യം കിട്ടില്ല. യഥാർത്ഥ പ്രകടനം വിലയിരുത്തുന്നതിന് എൻഗേജ്ഡ് വ്യൂസ് പോലുള്ള നിലവിലുള്ള കണക്കുകൾ തുടരും. അതിൽ നിന്നാണ് എൻഗേജ് ചെയ്യുന്ന, നമ്മളതിൽ നിരന്തരം തുടരുന്ന ആളുകളുടെ കാഴ്ചയിൽ നിന്നാണ് വരുമാനം ഉണ്ടാവുക. അതുകൊണ്ട് 10 ലക്ഷം 5 ലക്ഷം പൊതു വ്യൂ ഒക്കെ ഉള്ള എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണക്കാക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വരുമാനം എത്രയാണെന്ന് കരുതുന്നത് തെറ്റാണ്. എന്നാൽ എൻഗേജ്ഡ് വ്യൂസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ കാണും. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയ ആശയമാണ്, കാണുന്ന ആൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അയാൾ ദീർഘനേരം വീഡിയോയിൽ ചിലവഴിക്കും. അപ്പോഴാണ് ഈ പിന്നെ വരുമാനത്തിൽ വർധന ഉണ്ടാവുക. മറ്റേതിങ്ങനെ വെറുതെ നോക്കിയിരുന്ന് നമുക്ക് ഒരു 10 ലക്ഷം ആൾ കണ്ടു 20 ലക്ഷം ആൾ കണ്ടു എന്ന് പറയാനേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അത് വെറുതെ ക്ലിക്കിംഗ് മാത്രം പരിപാടിയാണെങ്കിൽ. ഇത് മനസ്സിലാക്കാൻ ഷോർട്സ് നല്ല ഉദാഹരണമാണ്. 2025 മാർച്ച് 31 മുതൽ ഷോർട്സിൽ വീഡിയോ പ്ലേ ചെയ്യുകയോ വീണ്ടും പ്ലേ ചെയ്യുകയോ ചെയ്താൽ മിനിമം വാച്ച് ടൈം ഇല്ലാതെ പൊതു വ്യൂസ് കണക്കാക്കുന്ന രീതി യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴയ രീതിയിലുള്ള കൂടുതൽ അർത്ഥവത്തായ കണക്ക് എൻഗേജ്ഡ് വ്യൂസ് എന്ന പേരിൽ നിലനിർത്തി. ഇപ്പോഴത്തെ ഈ മാറ്റം വരുന്നതിന് മുന്നേ തന്നെ ഷോർട്സിൽ അത് അതായത് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ തന്നെയാണ് വ്യൂസ് കാണിക്കുക. അവിടെയൊക്കെ ഭയങ്കര വ്യൂസ് കാണിക്കും, പക്ഷേ അതിൽ എത്ര ആൾ നിന്നു എന്നുള്ളത് കാണിക്കില്ല. ഷോർട്സിൽ നിന്നു എന്നുള്ളതല്ല വ്യൂസ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അതിപ്പോൾ ഈ യൂട്യൂബ് മറ്റ് വീഡിയോകളിലേക്കും ലോങ് വീഡിയോകളിലേക്കും അത് കൊണ്ടുവരികയാണ്. ഷോർട്സിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നു, ലോങ് വീഡിയോയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ ഈ മാനദണ്ഡം ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇത് കൊണ്ടുവരുമ്പം ഈ ഒരു ഏകീകരണം മാത്രമല്ല, മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അവസാനം സംസാരിക്കാം. യഥാർത്ഥമായി വലിയ മാറ്റത്തിലേക്ക് പോകുന്നത് മോണിറ്റൈസേഷനായുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ ഈ മാറ്റം തന്നെയാണ്. 2026 ഓഗസ്റ്റ് 10 യൂട്യൂബ് പ്രഖ്യാപിച്ച ഈ മാനദണ്ഡങ്ങൾ 2027 ഫെബ്രുവരി 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. അടുത്ത വർഷം ഫെബ്രുവരി 1 മുതൽ. നിലവിലെ പരസ്യ വരുമാനത്തിനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്താണ്? ഇപ്പോഴത്തെ സംവിധാനം വെച്ച് 1000 സബ്സ്ക്രൈബർമാർ, കൂടാതെ 4000 മണിക്കൂർ വാച്ച് ടൈം, കഴിഞ്ഞ 365 ദിവസത്തിൽ അല്ലെങ്കിൽ 90 ദിവസത്തിൽ 1 കോടി ഷോർട്സിൻ്റെ വ്യൂസ്. ഇതാണ് ഇപ്പോഴത്തെ പരസ്യ വരുമാനത്തിനുള്ള യോഗ്യത, അതായത് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള യോഗ്യത. എന്നാൽ ഈ പറയുന്ന 2027 ഫെബ്രുവരി 1 മുതൽ ഇനിയുള്ള മാനദണ്ഡ പ്രകാരം പുതിയ ക്രിയേറ്റർമാരുടെ കാര്യം എങ്ങനെയാണെന്നുള്ള ആശങ്ക കൂടി വരുന്നുണ്ട്. അതിൽ പുതിയ ക്രിയേറ്റർമാരെ സംബന്ധിച്ച് പരസ്യവും യൂട്യൂബ് പ്രീമിയം വരുമാനവും പങ്കിടുന്നതിനുള്ള പ്രവേശനത്തിനുള്ള ഈ പരിധി അത് വർദ്ധിക്കും. 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ എന്നുള്ളത് വർദ്ധിക്കും. പകരം പുതിയ നിബന്ധന പ്രകാരം 1000 സബ്സ്ക്രൈബർമാർ ഓക്കെയാണ്, എന്നാൽ 8000 മണിക്കൂർ യോഗ്യമായ വാച്ച് ടൈം, കഴിഞ്ഞ 365 ദിവസത്തിൽ 90 ദിവസത്തിനുള്ളിൽ 2 കോടി യോഗ്യമായ ഷോർട്സ് വ്യൂസ്, ഇത്രയും വേണം. അതായത് സബ്സ്ക്രൈബേഴ്സിൽ മാറ്റമില്ല, 1000 തന്നെ മതി. പക്ഷേ 8000 വാച്ച് അവർ വേണം. നമ്മൾ കാണുന്ന ടോട്ടൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിലെ വാച്ച് അവർ കാണുന്ന ആളുകൾ കാണുന്ന എൻഗേജ്ഡ് സമയം 8000 മണിക്കൂറായിരിക്കണം. അപ്പോഴാണ് നമ്മൾ മിനിമം യോഗ്യത മറികടക്കുക. അതോടുകൂടിയാണ് നമ്മളെ ഈ മോണിറ്റൈസേഷനിൽ പരിഗണിക്കുക. അപ്പോഴാണ് അടുത്ത ചോദ്യം, ഈ വ്യൂസിൻ്റെ എണ്ണം കൂടുന്ന പരിപാടിയും അത് കഴിഞ്ഞിട്ടുള്ള ഈ മോണിറ്റൈസേഷനിലെ നിബന്ധനകളിലെ മാറ്റമൊക്കെ നിലവിലെ ചാനലുകൾക്ക് ബാധകമാണോ, അവരൊക്കെ പൂട്ടി പോകേണ്ടി വരുമോ എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെ ബാധകമാവില്ല. ഇതിനകം ഈ
പ്രോഗ്രാമിൽ ഈ മോണിറ്റൈസേഷനിൽ പ്രവേശനം കിട്ടിയ ക്രിയേറ്റർമാരെ 8000 മണിക്കൂർ 2 കോടി ഷോർട്സ് വ്യൂസ് എന്ന പുതിയ പ്രവേശന പരിധിയും ബാധിക്കില്ല. യൂട്യൂബ് വ്യക്തമാക്കുന്നത് അത് നിലവിൽ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇപ്പോൾ അംഗമാണെങ്കിൽ 4000 മണിക്കൂർ എന്ന പഴയ മാനദണ്ഡം വീണ്ടും 8000 മണിക്കൂറാക്കി വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് തെളിയിക്കണം എന്നുള്ള സംശയത്തിന് പ്രസക്തിയില്ല. അത് പുതിയ അപേക്ഷകരെ ബാധിക്കുന്നതാണ്. നമ്മൾ അതിനകത്ത് പ്രവേശിച്ച ആളുകൾ ഇപ്പോൾ എനിക്കൊന്നും അത് ബാധിക്കില്ല. കാരണം സ്വാഭാവികമായിട്ടും പുതിയതായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 8000 മണിക്കൂറൊക്കെ മാറി മില്യൺ കണക്കിന് വ്യൂസ് ആയിരിക്കും. നമ്മൾ ന്യൂസ് അറ്റ് ഹൗസിൽ ചിലപ്പോൾ കാണില്ലേ, ചില മാസം ഞാൻ ഇതിലിടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ മാസവും ആ കണക്ക് വരും. അത് മില്യൺ കണക്കിന് വ്യൂസ് ആയിരിക്കും നിരന്തരമായി വീഡിയോ പുതുക്കി ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് പ്രശ്നമില്ല നിലവിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഷോർട്സുമായി ബന്ധപ്പെട്ട പരസ്യ വരുമാനത്തിലാണ്. 2027 ഫെബ്രുവരി 1 മുതൽ കഴിഞ്ഞ 90 ദിവസത്തിൽ 1 കോടി യോഗ്യമായ ഷോർട്സ് വ്യൂസ് ഉണ്ടെങ്കിൽ ഷോർട്സ് പരസ്യവും സബ്സ്ക്രിപ്ഷൻ വരുമാനവും പങ്കിടാൻ യോഗ്യത തുടരും. പക്ഷെ ഒരു ചാനൽ ഈ പരിധിക്ക് താഴെ ആയാലോ അതിനെ ബാധിക്കില്ല. അത് ഈ ഷോർട്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയെല്ലാം നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മാനദണ്ഡങ്ങളിൽ യൂട്യൂബ് തന്നെ വിശദീകരിക്കുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം. ഇനി നിലവിലെ ക്രിയേറ്റർമാർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി യൂട്യൂബ് പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നയങ്ങൾ പാലിക്കണം. അത് സ്വാഭാവികമാണ്. 2, ചാനൽ സജീവമായിരിക്കണം. ഇങ്ങനെ നിരന്തരമായി നമ്മൾ ഉദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. 6 മാസമോ അതിലധികമോ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ പോസ്റ്റ് ഇടാതിരുന്നാൽ ചാനലുകളുടെ ഈ മോണിറ്റൈസേഷൻ കട്ടാവും. അത് അവർ റദ്ദാക്കും, ഉപയോഗിക്കാത്ത ചാനലായി കണക്കാക്കും എന്നർത്ഥം. 2025 ജൂലൈ 15 മുതൽ യൂട്യൂബ് റിപ്പറ്റീഷ്യസ് കണ്ടന്റ്, ആവർത്തിക്കുന്ന കണ്ടന്റ് എന്ന പഴയ നയത്തെ കൂടുതൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ ഇൻഓതൻറ്റിക് കണ്ടന്റ് എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം ആവർത്തിച്ച് നിർമ്മിക്കുന്ന, വൻതോതിൽ ഒരേ മാതൃകയിൽ നിർമ്മിക്കുന്ന യഥാർത്ഥ സൃഷ്ടിപരമായ മൂല്യം കുറഞ്ഞ ഉള്ളടക്കം മോണിറ്റൈസേഷനിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. AI കണ്ടന്റുകൾക്കും നിയന്ത്രണങ്ങൾ വരികയാണ്. അതായത് വെറുതെ AI ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിഷ്വൽ ഇട്ടിട്ട് ഇങ്ങനെ ആവർത്തിച്ച് കഥ പറയുന്ന പരിപാടി ഇനി അധികം നിലനിൽക്കില്ല എന്നാണ്. ആവർത്തിച്ച് യാന്ത്രികമായിട്ടുള്ള പരിപാടികളെ നിലനിൽക്കില്ല, വെറുതെ വിശദീകരിക്കുക എന്നൊന്നും. പക്ഷേ അതിന് വാല്യൂ ആഡ് ചെയ്തിട്ട് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന നയം പ്രധാനമായിട്ട് നിലനിർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം എടുത്ത് ഉപയോഗിക്കുമ്പം അതിന് വെറുതെ വോയിസ് ഓവറോ AI കണ്ടൻറ്റോ അല്ലെങ്കിൽ സിനിമ ക്ലിപ്പോ മാത്രം ഉപയോഗിക്കാതെ അതിന് നമ്മൾ വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ എന്തെങ്കിലും വിശകലനങ്ങളോ വിമർശനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒരു സാമൂഹ്യ വീക്ഷണമോ അതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ന്യൂസ് ചാനലുകളൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. അത് യൂട്യൂബിലൊക്കെ കാണാമല്ലോ. ന്യൂസ് ചാനലുകൾ യൂട്യൂബിൻ്റെ മാനദണ്ഡ പ്രകാരമാണല്ലോ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ നമുക്ക് പുതിയതായി എന്താണ് കൊണ്ട് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. 1, ചാനൽ സജീവമായി നിലനിർത്തുക. 6 മാസം പൂർണ്ണമായി അപ്ലോഡോ പോസ്റ്റോ ഇല്ലാതെ കടക്കാതിരിക്കുക. 2, യഥാർത്ഥവും സ്വതന്ത്രവുമായ ഉള്ളടക്കം. 3, ഒരേ ഉള്ളടക്കം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. 4, മറ്റുള്ളവരുടെ വീഡിയോ ഉപയോഗിക്കുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചേർക്കുക, പുതിയതായ ഒരു കാഴ്ചപ്പാട് ചേർക്കുക. 5, കൃത്രിമ വ്യൂസ്, ലൈക്ക്, സബ്സ്ക്രൈബേഴ്സ് എന്നിവ പൈസ കൊടുത്ത് വാങ്ങുന്ന പരിപാടി നിർത്തണം. 6, ഷോർട്സ് ചെയ്യുന്നവർ 2027 മുതൽ 90 ദിവസത്തെ 1 കോടി യോഗ്യമായ ഷോർട്സ് വ്യൂസ് മാനദണ്ഡം ശ്രദ്ധിക്കണം. 7, യൂട്യൂബ് സ്റ്റുഡിയോയിലെ എൻഗേജ്ഡ് വാച്ച് ടൈം, പ്രേക്ഷക നിലനിർത്തൽ എന്നിവ ശ്രദ്ധിക്കണം. മോണിറ്റൈസേഷൻ അല്ലാതെ നേരിട്ട് പുറത്തു നിന്ന് ബ്രാൻഡ് വഴി പരസ്യം സ്വീകരിക്കുന്നവർക്ക് ഗുണകരമായ ഒരു മാറ്റമായി ഈ വ്യൂസിൻ്റെ വർധന ചിലപ്പോൾ മാറിയേക്കും ആദ്യഘട്ടത്തിൽ. എന്താ ആദ്യഘട്ടത്തിൽ എന്ന് പറയുന്നത് വെച്ചാൽ, ഒരു ബ്രാൻഡ് ഒരു ചാനലിനെ നോക്കുമ്പം ഭയങ്കര വ്യൂസ് കാണും ഈ 2027 ഫെബ്രുവരി 1 ശേഷം കാണുമ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരുപാട് ആൾ കാണുന്നതാണ്, അപ്പം അവർക്ക് പുറത്തുനിന്ന് നേരിട്ട് പരസ്യം കൊടുക്കാം. ഏത് മോണിറ്റൈസേഷൻ കൂടാതെ പുറത്തുനിന്ന് നേരിട്ട് പരസ്യം പിടിക്കുന്ന കാര്യം അവർ അങ്ങനെ കൊടുക്കാം എന്ന് വിചാരിക്കും. എന്നാൽ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പം അതിന് റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ഈ വ്യൂസ് ഇത്രയും കൂടുതൽ കാണാനുള്ള ഒരു കാരണം എന്താ, ക്ലിക്ക് തന്നെ അതിൽ വരും. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ കാണുന്ന ആളുകളിൽ ഈ പരസ്യം എത്തിയിട്ടല്ലേ പരസ്യക്കാരന് കാര്യമുള്ളൂ. അതുകൊണ്ട് ആ നിലയിൽ അവർക്ക് പിന്നീട് ക്രമേണ മനസ്സിലാവും ഇതുകൊണ്ട് റിസൾട്ട് ഇല്ല എന്ന്. അപ്പം ആദ്യഘട്ടത്തിൽ പക്ഷേ സഹായിച്ചേക്കാം എന്നുള്ളത് മാത്രമാണ് അതിലൊരു കാര്യം. ഇനി അത് സ്വീകരിക്കാത്ത ആൾക്ക് അത് വിഷയവുമില്ല. പക്ഷേ ആത്യന്തികമായി യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 1, ഈ ഉള്ളടക്കത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് യൂട്യൂബ് പലപ്പോഴും പറയുന്ന കാര്യവുമാണ്. ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളതാണ്. എന്തായാലും പുതിയ മാനദണ്ഡങ്ങൾ വലിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. യൂട്യൂബിൻ്റെ ഒരു ആശ്വാസം നമുക്ക് ഉള്ളിടത്തോളം താരതമ്യേന ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റഗ്രാമോ ഒക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കണ്ടമാനം നമ്മളെ നിയന്ത്രിക്കാൻ യൂട്യൂബ് വരാറില്ല.
ചെയ്യാറില്ല. ഗൂഗിളിൻ്റെ ഒരു ഗുണപരമായ സ്വഭാവം അതാണ്. ആ ഒരു ആശ്വാസമാണ് യൂട്യൂബിൽ പ്രധാനമായിട്ടുള്ളത്. ഭരണാധികാരികളുടെ നീക്കങ്ങൾക്കോ ഭരണകൂടത്തിൻ്റെ ഇതിനൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ അങ്ങനെ പിടിക്കുന്നൊരു പരിപാടി അവർക്കില്ല. ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, കേരളത്തിൽ തന്നെ എന്തെല്ലാം പരിപാടി ഉണ്ട്. അപ്പോൾ കേന്ദ്രത്തിലും അന്താരാഷ്ട്ര തലത്തിലൊന്നും പറയപ്പെടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നം അതിനകത്തില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ മാറ്റങ്ങളും നമുക്ക് ഗുണപരമായി മാറും എന്ന് പ്രതീക്ഷിക്കാം. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാം. നന്ദി, നമസ്കാരം.